ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ധർമ്മശാലയിലാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ, ഹോട്ടൽ പത്മിനി എന്ന് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ അവിടെ ഇരിക്കുന്ന അതാ നിൽക്കില്ലേ, ആ പുള്ളിക്കാരനാണ് നമുക്ക് ഹോട്ടൽ റൂമൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ 3000 രൂപയായി നമുക്ക് 4 പേർക്കും കൂടെ ഇവിടെ താമസിക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ രാത്രി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ നിതിനും മിക്കിയും അവരെല്ലാവരും കൂടെ ഷോപ്പിംഗ് ഇറങ്ങിയതാണ് ഇവിടെ. വെറുതെ നടക്കണം, പറ്റുകയാണെങ്കിൽ താഴെ എവിടെയും പോയി ഫുഡ് കഴിക്കണം, അതൊക്കെയാണ്. ഇന്നലത്തെ വീഡിയോ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ കാണാമെന്നാണ്. പക്ഷേ ഈ നൈറ്റ് വാക്കിൻ്റെ കാര്യം പിന്നീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കാം എങ്ങനെയാണ് വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഇവിടുത്തെ വില എങ്ങനെയാണെന്ന് അറിഞ്ഞൂടല്ലോ നമുക്ക്. കിത്തനെ റേറ്റ്? ഓ 700 രൂപയാണ് ഇതിന്. കിतना क्लाइमेट के लिए भैया माइनस चलेगा? माइनस तो मनाली कहाँ होगा? मनाली हाँ माइनस तो बहुत होता है। मनाली भी ऐसे ही वेदर है, कुछ 19-21 वर्ग है, कुछ ज़्यादा नहीं। ഇത് വേണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ചിലപ്പോൾ വലിയ ഇത് സുഖമില്ല. माइनस तो बहुत हो जाता है। हाँ माइनस तो होता ही नहीं। ഓക്കെ 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 ഭയ്യ, ബൈ ബൈ. ഇവിടെയും കുറേ തുണിയൊക്കെ ഉണ്ട് കേട്ടോ. 700 രൂപയ്ക്ക് അത് നഷ്ടമല്ലേ അളിയാ? മങ്കിക്കേപ്പാ, मंगी कैप उंडो ना? मंगी कैप है भैया? कितना है भैया मंगी कैप? देख लेते हैं है कि नहीं है मंकी कैप। उसी कैप चलेगी लॉन्ग कैप ऐसा? हाँ ये भी चलेगा. ये कितना है? ये 250 की है. 250 है. कलर में देखिए मिल जाएगा. ഇത് വേണം, ഇത് കൊള്ളൂല കേട്ടാ. ഇത് പിന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. ഓക്കെ मंगी कैप ഉണ്ട്. ये कितना है भैया? कम नहीं करेगा? 250 वाला ये तीनों. ഓക്കെ ഓക്കെ 250 രൂപയ്ക്ക് ഉണ്ടാടേ ഇത്. ഒരു 100 രൂപയ്ക്ക് ചോദിച്ചാലോ भैया? लास्ट प्राइस कितना है? रेट होता है सर इसका एक ही है. कैप को में कुछ होता है. 250 രൂപയുടെ ഇത് എനിക്ക് അറിഞ്ഞൂടെ ഇതിൻ്റെ വിലയൊക്കെ കറക്റ്റ്. കുഴപ്പമില്ലേ? ആ 250 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് മങ്കി ക്യാപ്പ്. മിക്കിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. താങ്ക് യു. ഓക്കെ ബൈ. പോട്ടെ. അപ്പോൾ നമ്മളവിടെ നിന്ന് മങ്കി ക്യാപ്പ് വാങ്ങിച്ചോണ്ടേ ഇറങ്ങിയതാണ്ട് ഇവിടെ ഒരു ഹംഗറി പോയിന്റ് ഉണ്ടേ. അപ്പോൾ ഇവിടെയും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറില്ല, നമ്മൾ കുറച്ചുകൂടെ നടക്കാനാണ് പ്ലാൻ ചെയ്തത്. ഇതാ കാണുന്നില്ലേ ഈ ഹോട്ടൽ? ഇവിടെയാണ് നമ്മൾ ആദ്യം കയറി റൂമിൻ്റെ റേറ്റ് ചോദിച്ചത്. ഇവിടെയാണ് അവർ പറഞ്ഞ 6000 രൂപ. ബാക്കിൽ 2-3 ഹോട്ടലുണ്ട്, അവിടെയും റൂമെല്ലാം ഫുള്ളാണ്. ഇന്നലെ ഒന്നും റൂമേ കിട്ടാനില്ലായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇവിടെ എനിക്ക് റൂം സ്റ്റേ ഒക്കെ കിട്ടുമേ. റൂം സ്റ്റേ എനിക്ക് 1500-2000 രൂപയ്ക്കകത്തൊക്കെ കിട്ടണുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ, ഞാൻ നേരത്തെ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഒരു പോലീസുകാരൻ വാക്കി ടോക്കി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതേപോലെ ഞാൻ അയാളുടെ പോയി റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പോലീസിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇവിടെ റൂമിനൊക്കെ ഭയങ്കര വിലയാണ്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്, 1500-2000 രൂപയ്ക്കൊക്കെ കിട്ടും. എന്നെ ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ട് എനിക്കൊരു നമ്പർ തന്നു. പിന്നെ നമ്മൾ മുകളിൽ പോയി ഹോട്ടലിന് റൂം ചോദിച്ചപ്പോൾ അവരും 2000 രൂപയ്ക്ക് ആണ് തന്നത്. പിന്നെ നമുക്ക് നാളെ രാത്രി വരെ റൂം വേണം, അതുകൊണ്ടാണ് 3000 രൂപ എന്ന് പറഞ്ഞാൽ 1.5 മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ 2 ദിവസം, 2 ദിവസത്തേക്ക് 2 ദിവസം 2 നൈറ്റും 1 ഫുൾ ഡേയും ആണ് റൂം. അപ്പം 3000 രൂപ. അത് അത്യാവശ്യം ലാഭമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളെ ഒരുപാട് ഹോട്ടലിൽ റൂം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയായിട്ടൊരു ഭാരത് പെട്രോൾ പമ്പും കാണാം ഇവിടെ. പിന്നെ ഇവിടെ പെട്രോളിന് നല്ല വില കുറവാണ് കേട്ടോ. 88 രൂപ ഡീസലിനും, പെട്രോളിന് എനിക്ക് 90-92 രൂപയും കണ്ടാണെന്ന് തോന്നുന്നു. അതെന്തായാലും അടിപൊളിയായി. നമ്മളവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മോളുണ്ട്. മോളും പിന്നെ ഏതാണ്ട് ആ സൈഡിലൊരു പിസ്സ ഹട്ട്, KFC ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ കോഫി കുടിക്കാനായിട്ട് കോഫി ഷോപ്പും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ. സ്ട്രീറ്റ് ഫുഡാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം ഏതാണ്ട് 8-9 മണി അടുപ്പിച്ചായില്ലേ. അപ്പോൾ 9 മണി ആയതുകൊണ്ട് തന്നെ അവരെല്ലാം അടച്ചിട്ട് പോയി. ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, സൂപ്പർ തണുപ്പ്. പിന്നെ എനിക്കൊന്ന് ലോങ് ട്രിപ്പിൽ പോകണില്ലേ ബസ്, അതൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത് പെട്രോൾ പമ്പിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ ബൈ ബൈ. ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ അതാ നമ്മളിപ്പോഴീ കാണുന്നതാണ് നമ്മുടെ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. ദൂരെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ ഇങ്ങനെ പാറി കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നിട്ട്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ധർമ്മശാലയിലുണ്ട്. ഇവിടുത്തെ വ്യൂ ആണേ, ധർമ്മശാലയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ. ഞാൻ അല്പം പൊക്കത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, അതാണ് ഇങ്ങനത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ഹിമാലയൻ മൗണ്ടൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി കാണാൻ പറ്റുമേ. അത് ഞാൻ താഴെ ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം. നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയൻ മൗണ്ടൻസ് കാണാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്, ഒരു രക്ഷയില്ല. രാവിലെ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്നത് ഈ ഹോട്ടലിലാണേ. രണ്ടാമത്തെ നില, ഏറ്റവും താഴത്തെ നിലയാണ് നമ്മൾ താമസിക്കുന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെ നിലയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് മൗണ്ടൻസ് കിട്ടില്ല. ക്രിക്കറ്റ് സ്റ്റേഡിയവും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞാൻ മുകളിൽ കയറിയിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല. നമ്മളെ ഹിമാലയ മൗണ്ടൻസ് ആണ് നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദലൈലാമയുടെ ഒരു മോണസ്ട്രി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകുന്നത്. നേരെ ബാക്കിലായിട്ട് തന്നെ മൗണ്ടൻസ് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല. തണുപ്പും അതേപോലെ തന്നെയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ നമ്മൾ വെയിലെത്തിക്കുമ്പോൾ അങ്ങനെ തണുപ്പ് അറിയില്ല. പക്ഷേ തണുപ്പെന്ന് മാറി ജസ്റ്റ് ഇതാ ഈ ഒരു തണൽ കണ്ടില്ലേ, ഈ തണലിൽ നമ്മളെ കാല് ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും തണുപ്പ്. അത്ര തണുപ്പാണ്. വെയിലുണ്ടെങ്കിലും അത്ര ചൂടൊന്നുമില്ല. ഇവിടെ നല്ല അടിപൊളി തണുപ്പാണ്, രക്ഷയില്ലാത്ത തണുപ്പ്. രാത്രിയൊക്കെ എനിക്ക് വേണമെങ്കിൽ ഏതാണ്ട് 6 ഡിഗ്രിയോ 7 ഡിഗ്രി എങ്ങാണ്ടായിരുന്നു ഇവിടെ തണുപ്പ്. പിന്നെ ഏതാണ്ട ഒന്നുകൂടെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. ഈ ട്രാൻസ്ഫോമർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമേ മൗണ്ടൻസൊക്കെ. ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തെടുക്കുന്ന വിഷ്വൽസ് ആണേ നമ്മുടെ മൗണ്ടൻസിൻ്റെ. അങ്ങനെ നമ്മൾ ഇവിടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ദലൈലാമയുടെ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാക്സി നമ്മൾ കണ്ടില്ല, വന്ന് കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അല്ലാത്ത വല്ല സ്ഥലമൊക്കെ ആണെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ടാക്സി വേണോ എന്ന്. ഒരു ടാക്സി വന്നിട്ടുണ്ട്, ചോദിച്ച് നോക്കാം. ഒരു ടാക്സി കണ്ടുപിടിച്ചിട്ട് ഇവിടെ 4 കിലോമീറ്റർ ഉണ്ട് മൊണാസ്ട്രിക്ക്. ബാക്കിലായിട്ട് അടിപൊളിയായിട്ട് നമ്മളെ എവറസ്റ്റിൻ്റെ മൗണ്ടൻ നിൽക്കുന്നുണ്ട്. എവറസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഇത്. എനിക്കാണ് എൻ്റെ ആണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് ഹിമാചൽ പ്രദേശോട്ട് ആണെന്ന് തോന്നുന്നു അവസാനത്തെ എൻ്റെ ഭാഗം വരുന്നത്. പിന്നെ അവിടെ തുണിയൊക്കെ വാരി ചുമ്മാ കൂട്ടിയിട്ടിട്ടുണ്ട്. എത്ര രൂപയാണെന്ന് അറിഞ്ഞൂടാ. അത് ശരിയാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും മൊണാസ്ട്രി കാണാൻ വേണ്ടി പോവുകയല്ലേ, പോയിട്ട് വന്നിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറണം, എത്ര രൂപയാണെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ ബാക്കിലെ വിഷ്വൽസ് നോക്കി നോക്കും, മുഴുവനും ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അടിക്കടിക്ക് തണുപ്പാണെങ്കിൽ വെയിലായതുകൊണ്ട് നമുക്ക് കണ്ണ് തുറന്ന് നിൽക്കാൻ പറ്റിയില്ല. തണുപ്പ് തന്നെയാണ്, പക്ഷേ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് വെച്ച് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ടാക്സിക്ക് കാണിക്കുക. അപ്പോൾ അവരാരും നിർത്താത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ താഴോട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് പോകുന്നത് മുകളിലോട്ടാണ്. എനിക്കൊന്നിവിടെ വണ്ടി വളയ്ക്കാൻ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ നിർത്താത്തത്. നമുക്കിനിയിപ്പോൾ താഴെ നിന്ന് വരില്ല ടാക്സി, അതിൽ കൈ കാണിച്ചിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയ സമയത്ത് ഇവിടെ നിന്നൊരു 300, 350, 400 രൂപയ്ക്കകത്തേ വരുള്ളൂ ടാക്സിക്ക്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഏതെങ്കിലും ഒരു ടാക്സി വരാണെങ്കിൽ കൈ കാണിച്ചിട്ട് അങ്ങോട്ട് പോകണം നമുക്ക്. പിന്നെ നമ്മുടെ തൊട്ട് ബാക്കിലോട്ടൊരു മ്യൂസിയം ഉണ്ട്, അത് തിരിച്ച് വന്നിട്ട് നമുക്ക് നോക്കാം, പറ്റണമെങ്കിൽ കയറാം സമയമുണ്ടെങ്കിൽ. നമുക്ക് വൈകിട്ട് ഇവിടെ നിന്ന് ഒരു ബസ്സുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയണില്ല എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്ന്. അതൊരു എപ്പോഴത്തെ വീഡിയോയിൽ പോലെ ഞാൻ പറയും പോലെ സസ്പെൻസ് ആയിട്ടിരുന്നോട്ട്. അപ്പോൾ നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടാക്സി വന്നത് നേരെ അങ്ങോട്ട്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ താമസിക്കില്ലേ, ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവരോട് സംസാരിച്ച് നോക്കിയപ്പോൾ ടാക്സിക്കാണ് ഞാൻ വന്ന് ചോദിച്ചത്. ഇവിടെ അവിടെ നിന്നിട്ടാണെങ്കിൽ ടാക്സി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതേപോലെ ടാക്സി ഇവിടെ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ബാക്കിൽ കാണുന്നില്ലേ ഈ കാണുന്ന 10 സ്ഥലങ്ങൾ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഇടാം. ഈ 10 സ്ഥലങ്ങൾ ഇവർ 2500 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ 10 സ്ഥലത്തിലും അവർ പേഴ്സണൽ ടാക്സിയിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അത് നമ്മൾ പോകണമെങ്കിൽ 1-2 സ്ഥലത്ത് മാത്രമേ പോവുള്ളൂ. So you have to walk for 15 to 20 minutes to reach campsite. That's the USP of campsite, that there is no hustle bustle, no tree, no honking, nothing. You'll enjoy wildlife. Wildlife is there, rabbit, deers will be there. So the campsite is deep in the forest. So that's the USP, and we have everything in campsite, like
and the charges will be like 1,500 per person per night, which includes your stay, breakfast, dinner, morning tea, evening tea, bonfire, and music. ഓക്കെ ഫോർ ക്യാമ്പിംഗ് Camping ഓക്കെ per person 1,500. 1500. 1500, which includes your two major meals like for today dinner and tomorrow breakfast, today's bonfire and music, ഓക്കെ ഓക്കെ tomorrow's morning tea and today's evening tea. ഓക്കെ ഓക്കെ പുള്ളിക്കാരൻ പറഞ്ഞത് ക്യാമ്പിങ്ങിന്റെ കാര്യമാണ് കേട്ടോ. ക്യാമ്പിങ് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു ക്യാമ്പിങ് എങ്ങനെയാണെന്ന്. For അപ്പം today or നമുക്ക് tomorrow? Oh, okay. ഇന്ന് ക്യാമ്പിങ്ങിനാണ് പോണേ. Possible. ഇന്നിന് പറ്റില്ലല്ലോ ക്യാമ്പിങ്ങിന്. ഓക്കെ 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 വെൻ വി കം നെക്സ്റ്റ് ടൈം Yeah, sure. ഡെഫിനറ്റ്ലി ഐ വിൽ കോൾ. And you are from കേരള Kerala? Okay, which place? കേരള തിരുവനന്തപുരം. Trivandrum. Yes, a direct flight from Delhi to Trivandrum, then Alleppey, Mannar, Tekeri, then Yeah. no Delhi to Kochi. No, we can get direct flight from Trivandrum to We Delhi. used to make an itinerary from Delhi to Kochi, then Mannar, Tekeri, Alleppey, drop to Trivandrum. That's the route, na? That's Oh, the for route. the like for Travel yeah, itinerary. yeah. Oh, Right? Yeah. But you can get direct flight from Delhi to Trivandrum. So it's like the same thing. You stop കൊച്ചി ഇറങ്ങിയിട്ട് തേക്കടി ആലപ്പുഴ slowly, അങ്ങനെ. slowly, Ah, slowly, okay, slowly, yeah, slowly, understand. just to complete the circle. Oh, you want to explore the south side of Yes, Kerala? yes, Ah, yes, okay, yes. okay. Ernakulam Wildlife Sanctuary is there, right? Yeah, of course. There is one very rare species of tiger. Yeah, tiger. Yes, I know that little bit. ഓക്കെ അപ്പോൾ നമ്മളിനിപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് 10 സ്ഥലമുണ്ട്. ഈ 10 സ്ഥലങ്ങളിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ധർമ്മശാലയിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും ക്യാമ്പിങ്ങിനും പോകുന്നുണ്ട്. Google my campsite. It will be number 1. എന്തായാലും നോക്കട്ടെ. ടാക്സി വരുമ്പോൾ ടാക്സി കയറിയിട്ട് ഈ 10 സ്ഥലങ്ങളിൽ പോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ടാക്സി ഡ്രൈവർ കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ ആ 10 സ്ഥലങ്ങൾ നമ്മളെ കൊണ്ട് കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2500 രൂപ. എന്തായാലും നമുക്ക് നേരെ ടാക്സിയിലോട്ട് കയറാം. നമ്മൾ ടാക്സിക്കകത്ത് കയറിയിട്ടുണ്ട്. അവർ 3 പേരും ബാക്കിൽ, ഞാൻ ഫ്രണ്ടിൽ ഇനി കയറി വീഡിയോ ഒക്കെ എടുക്കാൻ കണക്കിന്. അപ്പോൾ ബൈ ഗുഡ് നെയിം. My name is Shekhar. ഷേഖർ. ഓക്കെ അപ്പോൾ ഇന്നത്തെ We are going to McLeodganj, okay? ഓക്കെ വേർ McLeodganj. McLeodganj. Nadi view point. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മെക്ലോഡ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ടാണ്. ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. നമ്മളൊരു തേരിയിലാണ് ഇപ്പോൾ നിർത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി. എനിക്ക് അവിടെ അഡിഡാസിൻ്റെ ഷോപ്പൊക്കെ കാണാൻ പറ്റുന്നു. ഒറിജിനലാണോ എന്ന് അറിഞ്ഞൂടാ. ഓ അവിടെ ഒരു ലോറി വളച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ്. നമുക്ക് മുകളിലൂടെ ഒരു കാർ കേബിൾ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കയറാൻ എത്ര രൂപയാണോ എന്തോ കാർ കേബിള്. ഇത് നമ്മളെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ല. ഒരു താഴെ നിന്ന് മുകളിലോട്ടും വരുന്നുണ്ട്, മുകളിൽ നിന്ന് താഴോട്ടും പോകുന്നുണ്ട്. നമ്മളിപ്പോഴും മല കയറിക്കൊണ്ടിരിക്കുകയാണ് കുത്തുതേരി. ഓ അടിപൊളി. മുകളിൽ നിന്ന് വരുന്നതാണ്. അങ്ങ് ദൂരത്തിൽ നിന്ന് പറഞ്ഞാണ് കാർ കേബിള്. റോഡൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ റോഡും അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നമ്മുടെ SOSൻ്റെ ഒരു ബോക്സ് കാണാം. ഇവിടെയും കാണാം, പിന്നെ ബാക്കിലും ഉണ്ട്. കണ്ട ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിൽ നിൽക്കില്ലേ മരങ്ങൾ, ഇതൊക്കെ ഒരു വ്യത്യാസമാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര വ്യത്യാസമാണ്. അതിൻ്റെ കായും ഭയങ്കര വ്യത്യാസമാണ്. His name is Cheel. ചീൽ. Yeah. ഓക്കെ No fruit, no flower, nothing. ഫ്രൂട്ടും ഇല്ല ഫ്ലവറും ഇല്ല. ദെൻ വാട്ട് ഈസ് ദാറ്റ് യെല്ലോ തിങ്? Nothing. പൈൻ മരമാണോ? ഈ മരമല്ലേ ചോദിക്കുന്നത്? ആ ഇത് തന്നെ പൈൻ മരമാണല്ലേ? പൈൻ ട്രീ അല്ല, പുള്ളിക്കാരൻ വേറെ ഒരു പേരാണ് പറഞ്ഞത്. ബൈ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ്? Cheel. ചീൽ. ചീൽ എന്നാണ് പറഞ്ഞത്.
ടാറിട്ട റോഡിൽ നിന്ന് നേരെ ഇപ്പൊ കയറിയിരിക്കുന്നത് കോൺക്രീറ്റ് റോഡിലോട്ടാണേ. നല്ല അടിപൊളി തേരിയാണ്. ഫുള്ള് ഫസ്റ്റിലിട്ടാണ് നമ്മുടെ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഈ 2 ഗിയർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മുടിഞ്ഞ ബ്ലോക്ക്, ഒരു രക്ഷയില്ല. ഒരു വണ്ടിയെ പോലും അങ്ങോട്ട് കടത്തി വിടില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ബയ്യായിട്ട് ചോദിക്കാം, ബയ്യാർ വേറെ ആർ ബി ഗോയിങ് നൗ? Chandon Church. ഓക്കെ, ചെൻഡോൺ ചർച്ച്. ഓക്കെ, നമ്മൾ ഇതൊരു പള്ളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ചർച്ചാണ്. അപ്പോൾ ഇത് 1852 ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ബാക്കിൽ നിന്ന് അവരൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ഫ്രണ്ടിൽ കയറി അങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട്. എനിക്കാണ് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു ചർച്ച് കാണാനായിട്ട്. 1852 നിർമ്മിച്ച പള്ളിയാണ്. നമ്മളാണ്ട് ഈ ചർച്ച് കാണാനായിട്ട് വന്നത്. അപ്പോൾ നേരെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ നമുക്കൊരു ജ്യൂസ് കട കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ജ്യൂസൊക്കെ ഉണ്ട്. നമ്മളെ പൈനാപ്പിൾ, ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്നാലും ചർച്ചിൻ്റെ അകത്തോട്ട് കയറാം. ചർച്ചിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അടച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ വേണം നമുക്ക് അകത്തോട്ട് കയറാനായിട്ടുള്ളത്. ഓ, അടിപൊളി പള്ളിയല്ലേ. ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പള്ളിയിൽ നേരെ ലെഫ്റ്റ് സൈഡായിട്ട്. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട്. അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കുർബാന നടക്കണുണ്ടോ? ജസ്റ്റ് അകത്ത് കയറി നോക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്, അതിൻ്റെ ആരാധനയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പള്ളി പുറത്തുനിന്ന് കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. മുഴുവനും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇത്. പിന്നെ പരിസരമൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ചുറ്റും കുറേ മരങ്ങളാണ് കേട്ടോ. മരങ്ങളും തണലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഈ പള്ളിയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ല പീസ്ഫുൾ മൊമെൻ്റാണ് നമുക്ക് കിട്ടുന്നത്. പള്ളിയുടെ നേരെ താഴെയായിട്ട് നമുക്കവിടെ കുറേ കല്ലറകൾ കാണാൻ പറ്റുമേ. ഒരുപാടുണ്ട് അവിടെ. ഓ, അപ്പോൾ നമ്മൾ ധരംശാലയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പള്ളിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി തിരിച്ച് നേരെ വണ്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിയിൽ പോയിട്ട് ഇനി അടുത്ത ഏത് ഡെസ്റ്റിനേഷനാണെന്ന് അറിഞ്ഞൂടാ. പോയിട്ട് നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം, വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ അടുത്ത്. പുള്ളിക്കാരനാണ് ഓരോ സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായി പള്ളി. പക്ഷെ നമ്മളൊക്കെ വന്നിരുന്നെങ്കിലേ നമ്മൾ ഈ പള്ളിയിലോട്ടൊന്നും വരില്ല കേട്ടോ. ഇങ്ങനെ ഓരോ പാക്കേജ് ആക്കിയിട്ടൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുറേ സ്ഥലങ്ങളിൽ ഇവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അത് വലിയൊരു ഉപകാരമാണ്. പള്ളിയിൽ അവിടെ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പോയ സമയത്ത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് പ്രയർ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിലെല്ലാവർക്കും ബൈ ബൈ.